നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മളിപ്പം ഏറ്റവും പുതിയ മോഡൽ ഡിസയർ കണ്ടു. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് നല്ല അടിപൊളി വാഹനം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി സംശയം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് വേരിയന്റ് എടുക്കണം? LXi വേണോ, VXi വേണോ, ZXi വേണോ, ZXi പ്ലസ് വേണോ? ഈ 4 വേരിയൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള. AGS സെഗ്മെന്റ് വേറെയാണ്. അതായത് ഈ പറയുന്ന VXi സെഗ്മെന്റ് തൊട്ടുള്ള എല്ലാത്തിനും AGS അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏത് വേരിയന്റ് എടുക്കുന്നതാണ് വാല്യൂ ഫോർ മണി, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് വലിയൊരു അപ്ഗ്രഡേഷൻ വേണ്ടി വരുന്നില്ല എന്ന ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ബേസ് വേരിയന്റ് ആയ LXi വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ആഡ് ഓൺസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു വാഹനം എടുക്കുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം 6 എയർ ബാഗ്. അതായത് ഈ വാഹനത്തിന്റെ ഏറ്റവും ബേസ് മോഡൽ തൊട്ട് നമുക്ക് 6 എയർ ബാഗ്സ് അവൈലബിൾ ആണ്. ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നുണ്ട് സേഫ്റ്റി ഫീച്ചറായിട്ട്. ESP, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം കിട്ടുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കിട്ടുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതൊരു വലിയ കാര്യം തന്നെയാണ്. ഹിൽ ഹോൾഡ് അസിസ്റ്റും കൂടെ നമുക്ക് മാനുവൽ സെഗ്മെന്റിൽ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. അതായത് LXi വേരിയന്റ് മാനുവൽ മാത്രമുള്ള AGS ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഇല്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വേരിയന്റിൽ തന്നെ നമുക്കൊരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് കിട്ടുന്ന നല്ലൊരു കാര്യമാണ്. റിയർ ഡീഫോഗർ വരുന്നുണ്ട്, അതും നല്ല കാര്യമാണ്. ഫോക്കസ് ബീം പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, അതായത് നോർമൽ ഹാലജൻ ബൾബാണ് വരുന്നതെങ്കിൽ പോലും പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതും LXi വേരിയന്റിൽ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ആനുകൂല്യം തന്നെയാണ്. പിന്നെ ISO ഫിക്സ്, അതായത് പിള്ളേരെ ഇരുത്താൻ വേണ്ടി ബാക്കിൽ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ISO ഫിക്സ് അവൈലബിൾ ആണ്. എഞ്ചിൻ ഇമ്മൊബിലൈസർ നോർമലാണ്. അതൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു കാര്യം. സ്പീഡ് അലർട്ട് 80 കിലോമീറ്റർ സ്പീഡിൽ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്. സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനർ വിത്ത് ഫോഴ്സ് ലിമിറ്റർ, ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊന്ന് പിടിച്ചിരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഉണ്ട്. ആസ് യൂഷ്വൽ നോർമൽ. മാനുവൽ AC വിത്ത് ഹീറ്റർ. മാനുവൽ AC ആയിപ്പോയി, അത് മാത്രം ഒരു ചെറിയൊരു മോശമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് ഒരു ഓട്ടോ ക്ലൈമറ്റ് കൂടെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പവർ സ്റ്റിയറിംഗ്, ടിൽറ്റ് അസിസ്റ്റ് വരുന്നത് തന്നെ, അതും നല്ലൊരു കാര്യം. LXi വേരിയന്റിൽ ടിൽറ്റും കൂടെ വരിക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. R14, അതായത് 14 ഇഞ്ചിന്റെ സ്റ്റീൽ വീലാണ് നമുക്ക് വീലായിട്ട് വരുന്നത്. പിന്നെ ബോഡി കളേർഡ് ബമ്പേഴ്സ് ആണ് വരുന്നത്. പക്ഷേ ഡോർ ഹാൻഡിൽസും മിറർ കവേഴ്സ് ഒന്നും പെയിന്റഡ് അല്ല, ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. 3D ട്രിനിറ്റി LED ടെയിൽ ലാംപ്സ്, അതായത് നമുക്ക് ആ കണ്ട ടൈപ്പ്, അതായത് നമ്മൾ ഈ കാണുന്ന LED ടെയിൽ ലൈറ്റ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ LED ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഒക്കെ അവൈലബിൾ ആണ്. ഷാർക്ക് ഫിൻ ആന്റിന, വാവ്, അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് കേട്ടോ. അവിടെ ആ പഴയ ചാത്തൻ ടൈപ്പ് കൊടുക്കാത്തതിലും നന്നായി. പിന്നെ എയറോ ബൂട്ട് സ്പോയിലർ, അതായത് ആ ചെറിയ സ്പോയിലർ നമ്മൾ കണ്ടത്, അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. അതും അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ്. റിയർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, ഇപ്പോൾ ആസിറ്റീസ് എല്ലാ വാഹനത്തിനും അത് മാൻഡേറ്ററി ആയതുകൊണ്ട് അത് വരുന്നുണ്ട്. പുറകിലത്തെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ. ഓൾ ഡോർ പവർ വിൻഡോ, പൊളി സാധനം. അതായത് LXi വേരിയന്റ് ബേസ് വേരിയന്റിൽ എല്ലാ ഡോറുകളും നമുക്ക് പവർ വിൻഡോ. അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റ് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് LXi വേരിയന്റ്. നേരത്തേക്ക് നമുക്കറിയാം പഴയ ഡിസയർ, സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ LXi വേരിയന്റിന്റെ ഹെഡ് റെസ്റ്റ് അവൈലബിൾ അല്ലായിരുന്നു. എന്നാൽ ഇതിൽ ഫ്രണ്ടിൽ ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ്, വിത്ത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ്. ഓട്ടോ അപ്പ് ഡൗൺ പവർ വിൻഡോ ഡ്രൈവർ സൈഡിൽ, അതായത് ഡ്രൈവർ സൈഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പും ഡൗണും വരുന്ന ഓപ്ഷൻ ഉള്ളതാണ്. അപ്പോൾ ആൻറ്റി പിഞ്ചിങ് ഫംഗ്ഷൻ കൂടെ അതിനകത്ത് ഉറപ്പായിട്ടും കാണും. പിന്നെ ഡിജിറ്റൽ AC മാനുവൽ, അതായത് ഡിജിറ്റൽ AC ആണ്, പക്ഷേ മാനുവൽ ഫംഗ്ഷൻ ആണ്. ഏതായാലും കൊള്ളാം. LXi വേരിയന്റ് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും അതിന്റെ പ്രൈസും കൂടെ നമുക്കൊന്ന് പറയാം. 6,79,000 ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. പക്ഷേ ഇത് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ റോഡ് ടാക്സും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് 8,13,000 രൂപ LXi വേരിയന്റ് വരുന്നുണ്ട്. 8,13,000 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു LXi വേരിയന്റ് റേഞ്ച് നോക്കുമ്പോൾ നമ്മുടെ പഴയ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു VXiയുടെ പ്രൈസ്, അല്ലെങ്കിൽ VXiക്ക് മേളിൽ പോയി എന്ന് തന്നെ നമുക്ക് തോന്നും. പക്ഷേ ഇത്ര ആഡ് ഓൺ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിനകത്ത്. സേഫ്റ്റിയുടെ ഫീച്ചർ കൂടിയിട്ടുണ്ട്, 5 സ്റ്റാർ റേറ്റിംഗ്, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ. ഇനി നമുക്കൊരു VXi വേരിയന്റ് നോക്കിയാലോ. VXi വേരിയന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആ LXi പറഞ്ഞ എല്ലാ ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ചില മാറ്റങ്ങളും കൂടെ വരുന്നുണ്ട്. അതായത് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. വീൽ കവർ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ LXi വേരിയന്റിന് വീൽ കപ്പ് അവൈലബിൾ അല്ല, ജസ്റ്റ് സ്റ്റീൽ വീലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് വീൽ കവേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരിക്കും.
ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വിത്ത് ORVM. അതായത് നമ്മുടെ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ മിറേഴ്സിൽ ഇൻഡിക്കേറ്ററും കൂടെ വരുന്നുണ്ട്. ക്രോം ഫിനിഷ് ട്രങ്ക് ലിഡ് ആൻഡ് ഫ്രണ്ട് ഗ്രിൽ, അതായത് ഫ്രണ്ടിലും ബാക്കിലും ഗ്രില്ലിലും ആ ട്രങ്കിലുമായിട്ട് ക്രോം ഫിനിഷ് വരുന്നുണ്ട്. ബോഡി കളർ ORVM, നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM, അതായത് നമുക്ക് വാഹനത്തിനകത്തിരുന്ന് തന്നെ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക്കലി ഫോൾഡബിൾ ORVM, വാവ് അടിപൊളി, കാരണം ഫോൾഡബിൾ ORVM കിട്ടിയിട്ടുണ്ട്. സെൻട്രൽ ലോക്കിൽ നമുക്ക് നടക്കത്തില്ലെങ്കിൽ പോലും ബട്ടൺ പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് വളരെ അത്യാവശ്യമുള്ള കാര്യം, പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്ന അവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് അഡ്ജസ്റ്റബിൾ റിയർ സീറ്റ് ഹെഡ് റെസ്റ്റ്. അതായത് VXi വേരിയന്റ് തൊട്ട് പുറകിലത്തെ 2 സീറ്റിനും ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, നടുക്കില്ല. നമ്മൾ പറഞ്ഞായിരുന്നു. ക്രോം ഫിനിഷ് ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ്, അതായത് അകത്തെ ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം ഫിനിഷ് ആണ് വരുന്നത്. സാറ്റേൺ സിൽവർ ഫിനിഷ് ഇൻസ്ട്രുമെന്റ് പാനൽ, അകത്ത് നമ്മളെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടതിനകത്ത് ഫ്രണ്ട് ഡൂം ലൈറ്റ് അവൈലബിൾ ആണ്. 2 ലൈറ്റ് ആയിട്ട് 2 സൈഡിലായിട്ട് വരുന്ന ലൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഡേ ആൻഡ് നൈറ്റ് ഇൻസൈഡ് മിറേഴ്സ്, അതായത് ഇൻസൈഡ് റിയർ വ്യൂ മിററിൽ നമുക്ക് ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 7 ഇഞ്ചസ് സ്മാർട്ട് പ്ലേ പ്രോ സിസ്റ്റം അവൈലബിൾ ആണ്. LXi വേരിയന്റിനകത്ത് സ്റ്റീരിയോ ഇല്ല, പക്ഷെ അതൊരു വലിയ കുറവായിട്ട് തന്നെ ഞാൻ പറയും കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇത്രയും കാര്യങ്ങൾ കൊടുത്തേച്ചും ഒരു സ്റ്റീരിയോയും കൂടെ കൊടുക്കാമായിരുന്നു. നമ്മുടെ വാഗണാറിലൊക്കെ വന്ന പോലെ 2 സ്പീക്കർ വെച്ച് ഒരു ചെറിയൊരു സാധാ സ്റ്റീരിയോ കൊടുത്തിരുന്നെങ്കിലും കുഴപ്പമില്ല. ടച്ച് വേണോ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. LXi വേരിയന്റ് എടുക്കുന്ന ഒരു വ്യക്തി, അതൊരു 8 ലക്ഷത്തി ചില്ലറ കൊടുത്ത് മേടിക്കുന്ന ഒരാൾക്ക് അതും കൂടെ കൊടുക്കാമായിരുന്നു എന്ന എൻ്റെ ഒരു സജഷൻ മാത്രമാണ്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അവൈലബിൾ ആണ്. റിമോട്ട് ആപ്പ് കൺട്രോളിങ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കോൾ കൺട്രോൾസ്, അത് രണ്ടും കോമൺ ആയിട്ട് തന്നെ വരുന്നതാണ്. രണ്ടും ഓവർ ദ എയർ അപ്ഡേറ്റ്സ്, സംഭവം എന്നാന്ന് മനസ്സിലായാലും ഒന്ന് കൺഫേം ആക്കിയിട്ട് ഞാൻ ഏതായാലും പറയാം. ഓൺ ബോർഡ് വോയിസ് അസിസ്റ്റ്, അത് ശരിക്കും ഹൈ സുസുക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ വരുന്ന ഒരു ഫീച്ചറാണ്. USB ആൻഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ലഗേജ് റൂം ലൈറ്റ് വരുന്നുണ്ട്, നല്ല കാര്യമാണ് കേട്ടോ. ബൂട്ടൊക്കെ തുറക്കുന്ന സമയത്ത് അകത്ത് വെട്ടമുള്ള നല്ലൊരു കാര്യമാണ്. റിയർ AC വെന്റ് സൂപ്പറാണ്. റിയർ സീറ്റ് സെന്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ, ബാക്കിലത്തെ സീറ്റിൽ ആംറസ്റ്റ് വന്നത് നന്നായി, പക്ഷെ എന്നാലും ഡ്രൈവർ സൈഡിൽ ഒരു ആംറസ്റ്റ് ഏറ്റവും ടോപ്പ് വേരിയന്റെങ്കിലും കൊടുക്കായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. എൻ്റെ അഭിപ്രായം മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫ്രണ്ട് ചാർജിങ് USB ടൈപ്പ് A അവൈലബിൾ ആണ്. റിയർ A ആൻഡ് C ഫാസ്റ്റ് ചാർജിങ്, അതും നല്ലൊരു ഓപ്ഷനാണ് VXiയിൽ വരുന്നത്. AGS ഉള്ള ഫീച്ചേഴ്സും കൂടെ ഞാൻ 2 ഫീച്ചേഴ്സിനകത്ത് വരുന്നുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൂടെ വരുന്നുണ്ട്. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഡിസ്പ്ലേയും കൂടെ AGS വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് VXi വാഹനത്തിന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു VXi വാഹനത്തിന് LXi വാഹനത്തിനെ കഴിഞ്ഞും അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ്. ഇനി ഇതിന്റെ പ്രൈസ് റേഞ്ച് കൂടെ നോക്കിയാലോ. 7,79,000 രൂപയാണ് ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 9,29,000 രൂപയോളം ഇത് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇച്ചിരി കൂടുതലാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ഒരു ഏജസ് വേരിയന്റ് വരുന്ന സമയത്ത് ഇപ്പോഴത്തെ പ്രൈസിനെ കഴിഞ്ഞും ഒരു 45,000 നമുക്ക് കൂടുതൽ വരുന്നുണ്ട്. അതായത് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. 45 രൂപയോളം അഡീഷണൽ പ്രൈസ് നമുക്ക് വരുന്നുണ്ട് ഒരു ഏജസ് അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ഉള്ള വാഹനത്തിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വാഹനം മേടിക്കണമെങ്കിൽ. പക്ഷേ ആ ഒരു റേഞ്ച് വെച്ച് ബാക്കിയുള്ള ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ AMT ഏറ്റവും നല്ലൊരു കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊരു ZXi വേരിയന്റിന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സുസുക്കി കണക്ട് അവൈലബിൾ ആണ്, നല്ലൊരു ഫീച്ചറാണ്. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു കാര്യമാണ് സുസുക്കി കണക്ട്, അതൊരു അടിപൊളി സംഭവമാണ്. R15 പെയിന്റഡ് അലോയ് ആണ് വരുന്നത്. സ്ലീക്ക് ലയൺ LED DRLs, അതായത് നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന LED DRL ZXi വേരിയന്റ് തൊട്ട് വരുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണ്. കാരണം പണ്ട് നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയ ZXi പ്ലസ് വേരിയന്റ് തൊട്ട് മാത്രം നമുക്ക് DRL അവൈലബിൾ ആയിട്ട് വരുന്നുള്ളായിരുന്നു. LED ക്രിസ്റ്റൽ വിഷൻ ഹെഡ് ലൈറ്റ്, അതായത് നമ്മൾ കണ്ട 6 ചേംബർ LED ലൈറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ZXi വേരിയന്റ് തൊട്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറാസ് അവൈലബിൾ ആണ്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൊള്ളാം. വലിയ ഉപകാരമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെയാണെങ്കിലും നമുക്ക് ചുമ്മാ നോക്കാൻ കൊള്ളാം എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. വയർലെസ് ചാർജിങ് അടിപൊളിയാണ്. കാരണം ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണുകളും കാര്യങ്ങളൊക്കെ കൂടുതലും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മോഡൽസ് ആണ്. അപ്പോൾ അതിനത് ഗുണം ചെയ്യുന്ന ഒരു കാര്യം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് നല്ല ഫംഗ്ഷനാണ്. ഓട്ടോ AC, അപ്പോൾ ഓട്ടോ AC ശരിക്കും പറഞ്ഞാൽ ZXi തൊട്ടേ ഉള്ളൂ. ഓട്ടോ ഹെഡ് ലാംപ്സ് നല്ലൊരു ഫംഗ്ഷനാണ് കേട്ടോ. ഈ ഓട്ടോ ഹെഡ് ലാംപ്സ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് കൃത്യം അറിയാം, നല്ലൊരു ഫീച്ചറാണ്. ഫോളോ മീ ഹോം ഓർ ലീഡ് മീ ടു കാർ, ഇതാണ് ഓട്ടോ ഹെഡ് ലൈറ്റിൽ വരുന്ന ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഓട്ടോ ഹെഡ് ലൈറ്റ് വരുന്ന മിക്ക വാഹനങ്ങളിലും ഈ ഒരു ഫീച്ചറും കൂടെ വരുന്നുണ്ട്. അതായത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട് വരെ ചെല്ലുന്ന, അതായത് ഫോളോ മീ ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹെഡ് ലൈറ്റ്സ് ഓൺ ആയി കിടക്കും, നമുക്ക് വീട് വരെ നടന്ന് ചെല്ലാൻ കിട്ടുന്ന ഒരു സാവകാശം. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലൈറ്റ് ഓഫ്. അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. 10 സെക്കൻഡ് വേണമെങ്കിൽ 15 സെക്കൻഡ് വേണമെങ്കിൽ 20 സെക്കൻഡ് വേണമെങ്കിലും എത്ര
നേരം ലൈറ്റ് ഓൺ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം. പിന്നെ ലീഡ് മീ ടു കാർ, അതായത് നമ്മൾ തിരിച്ച് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ആവും, നമുക്ക് തിരിച്ച് വാഹനം വരെ എത്താനുള്ള സാധിക്കും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്തത് കീ ഫോബ് ഓപ്പറേറ്റഡ് ട്രങ്ക് ഓപ്പണിംഗ്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി, ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടി അതിന്റെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ, ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്, ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ആകുന്നതായിരിക്കും. ക്രോം ബെൽറ്റ് ലൈൻ ഗാർണിഷ് അവൈലബിൾ ആണ്. ട്യൂട്ടേഴ്സ് 2 നമ്പേഴ്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ZXi വാഹനത്തിൽ വന്നത്. ഇതിന്റെ പ്രൈസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. 8,89,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓൺ റോഡ് വരുമ്പോഴോ 10,60,000 രൂപ ഈ ഒരു വാഹനം ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ ഓൺ റോഡ് പ്രൈസ് ചെറുതാണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് കൂടുതലാണ്. അടുത്ത് വരുന്ന ZXi പ്ലസ് ആണ് വരുന്നത്. AMT ആണെങ്കിലും മാനുവൽ ട്രാൻസ്മിഷനിലും ഒക്കെ വരുന്ന ഒരു സെയിം ഫീച്ചർ തന്നെയാണ്. 15 ഇഞ്ച് പ്രിസിഷൻ കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. പ്രിസിഷൻ കട്ട് അല്ലെങ്കിൽ ഡ്യുവൽ ടോൺ അലോയ് വീൽ നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടതുപോലെ തന്നെയാണ്. ക്ലാരിറ്റി വിഷൻ LED ഫോഗ് ലാംപ്സ്, അതായത് ഇതുവരെ ZXi വരെ ഫോഗ് ലാംപ്സ് ഇല്ലായിരുന്നു, എന്നാൽ ZXi പ്ലസ് വന്നപ്പോൾ ഫോഗ് ലാമ്പും കൂടെ വന്നു. ഫ്രണ്ട് ഫുട്വെൽ ഇലൂമിനേഷൻ, അതായത് നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് താഴെ, അതായത് ഫ്ലോറിന്റെ ഒക്കെ പോർഷനിൽ നമുക്ക് വെട്ടം കാണാൻ സാധിക്കും. അതായത് നമുക്ക് കയറാൻ വേണ്ടി ഒരു ചെറിയൊരു ലൈറ്റിംഗ് അവിടെ അവൈലബിൾ ആണ്. ലെതർ വാബ്ഡ് സ്റ്റിയറിംഗ് വീല് ലെതർ വാബ്ഡ് ആയിരിക്കും. നമ്മൾ ആ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട്. 360 ഡിഗ്രി വ്യൂ ക്യാമറ, HD ക്യാമറ അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ സൺറൂഫ് അവൈലബിൾ ആണ്. ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. ആന്റി തെഫ്റ്റ് സെക്യൂരിറ്റി സിസ്റ്റം, ഷോക്ക് സെൻസേഴ്സ്, അതായത് ZXi വരെ ഷോക്ക് സെൻസർ ഒന്നും വരുന്നില്ല. ആരെങ്കിലും വന്ന് വണ്ടിക്കിട്ട് തട്ടുകയോ അല്ലെങ്കിൽ ഇടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് ZXi പ്ലസിൽ ഒരു ഫീച്ചർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വോട്ട് എവർ ഇറ്റ് ഈസ്. 9 ഇഞ്ചിന്റെ സ്മാർട്ട് പ്ലേ പ്രോ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. സറൗണ്ട് സെൻസ് ബൈ ആർക്കമീസ് ആണ്. അപ്പോൾ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ നല്ല കിടുക്കാച്ചയായിരിക്കും. റിയർ റീഡിംഗ് ലാംപ്സ് അവൈലബിൾ ആണ്. ഓട്ടോ ഫോൾഡിംഗ് ഔട്ട്സൈഡ് മിറേഴ്സ്, അതായത് ഔട്ട്സൈഡ് റിയർ വ്യൂ മിറേഴ്സ് ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് ആണ്. അതായത് സെൻട്രൽ ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മടങ്ങും, ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. ഈ ഒരു വ്യത്യാസം നമുക്ക് അവിടെ വരുന്നുണ്ട്. AGS വാഹനത്തിന് ഇൻഡിക്കേറ്റർ, അതായത് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും കൂടെ നമുക്ക് അഡീഷണൽ കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു സാറിന്റെ LXi, VXi, ZXi പ്ലസിൽ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വിലയും കൂടെ നമുക്കൊന്ന് അറിയേണ്ട. അപ്പോൾ ZXi പ്ലസിന്റെ എക്സ് ഷോറൂം പ്രൈസ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 9,68,999, അതായത് 9,69,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴോ 11,54,000 രൂപ ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രൈസ് ഡിഫറൻസും കൂടെ നമുക്കൊന്ന് നോക്കിയാലോ. LXi വാഹനത്തിനെ അപേക്ഷിച്ച് VXi വാഹനത്തിലോട്ട് മാറുമ്പോൾ 1,00,000 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. അതായത് ഈ 1,00,000 രൂപ നമുക്ക് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% പറയും വെർത്ത് തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫോൾഡിംഗ് മിറർ അത്യാവശ്യമാണ്. കാരണം ഇപ്പം വാഹനമൊക്കെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്ത് കൈ കൊണ്ട് ഇടിച്ച് തള്ളി വേണ്ട, അതിനെക്കഴിഞ്ഞ് നല്ല ഇതായിരിക്കും നല്ലത്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്, അത് ഒരുപാട് പേർക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു കേസാണ്. കാരണം നമ്മളൊന്ന് പിന്നെ മാറിയൊക്കെ ഇരിക്കും, ഇച്ചിരി ഒന്ന് പൊങ്ങിയിരിക്കണമെന്ന് തോന്നുമ്പോൾ ഇതൊക്കെ അഡീഷണൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല റേഞ്ച്, ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 രൂപ അടുപ്പിച്ചെങ്കിലും ഒരു 15 രൂപ പ്രതീക്ഷിച്ചോളൂ, അത്രയെങ്കിലുമൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് 7 ഇഞ്ച് സ്റ്റീരിയോ, അതായത് 7 ഇഞ്ച് ആണെങ്കിൽ പോലും ഒരു പാട്ട് കേൾക്കാനൊരു ഡിവൈസ് വരുന്നുണ്ട്. അതും ടച്ച് സ്ക്രീൻ വരുന്ന മോഡലാണ്. നല്ലൊരു കാര്യം. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ, ഓഡിയോസ്, ഇതൊക്കെ നമ്മൾ പിന്നീട് അഡീഷണൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു റേറ്റ് ആണ് വരുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ റിയർ AC വെന്റ്, ഇതൊക്കെ നമുക്ക് പിന്നീട് ഒരു സമയത്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അഴിച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ. അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ. പിന്നെ ഔട്ട്സൈഡ് റിയർ വ്യൂ മിററിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ 1 രൂപ നമ്മൾ കൂടുതൽ കൊടുത്താൽ റിയർ ചാർജിങ് കാര്യങ്ങളൊക്കെ, ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് അല്ല, ഞാനത് ഇട്ടിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ 1,00,000 രൂപയും കൂടെ കൂടുതൽ മുടക്കിയാലും ഒരു നഷ്ടവും നമുക്ക് പറയാനില്ല. അതുപോലെ തന്നെ VXi, ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിലുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത്, VXi മാക്സിമം എടുക്കാൻ നോക്കുക. പക്ഷേ ഞാൻ VXi കഴിഞ്ഞ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ZXi തന്നെയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. പക്ഷേ 2,00,000 രൂപ നമുക്ക് വ്യത്യാസം വരും. അതായത് LXi വാഹനത്തിന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ VXi എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയും കൂടെ കൂടുതൽ മുടക്കി കഴിഞ്ഞാൽ ZXi വേരിയന്റ് എടുക്കാൻ സാധിക്കും. പക്ഷേ ZXi എടുക്കണമെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ടയറിന്റെ കാര്യമാണ്. 15 ഇഞ്ച് ടയർ നമുക്ക് കിട്ടുന്നുണ്ട്. വിത്ത് പെയിന്റഡ് അലോയ്സ് ആയിക്കോട്ടെ, എന്നാലും പെയിന്റഡ് അലോയ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പ്രീമിയം ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് അവിടെ കിട്ടുന്ന പ്രീമിയം ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ വരുന്ന ഒരു വാഹനത്തിന്റെ DRലും LED ഹെഡ്ലൈറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്കും അതൊരു ചെറിയ കാര്യമല്ല. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഫീച്ചേഴ്സ്, ക്യാമറ അവൈലബിൾ ആണ്. ഈ ക്യാമറയൊക്കെ നമുക്ക് ഏതായാലും ഒരു വാഹനം എടുത്താൽ ക്യാമറ വെക്കും. അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ആദ്യം വെക്കുന്നതായിരിക്കും നല്ല. ഒരു ക്യാമറ അവൈലബിൾ ആണ്.
വലിയ ഉപകാരമൊന്നും ഇല്ലെങ്കിൽ TPMS ഉണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. എന്നാലും ഒരു ജസ്റ്റ് ഒരു പേരിന് 4 പേരോട് പറയാം ഇതുണ്ട്. പിന്നെ പുഷ് സ്റ്റാർട്ട് ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. ഫോളോ മീ ഹോം, ഇതാണ് ഞാൻ ഏറ്റവും വലിയൊരു ഫീച്ചറായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് നല്ലൊരു ഫീച്ചറാണ്. യൂസ് ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എവിടെയെങ്കിലൊക്കെ രാത്രി നമ്മൾ വാഹനം കൊണ്ട് ഇട്ടതിന് ശേഷം താക്കോലൊക്കെ ഓഫ് ചെയ്ത് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് ഇറങ്ങുമ്പോൾ പിന്നെ മൊബൈലൊക്കെ ഇങ്ങനെ കത്തിച്ചാൽ കാണാവോ, ഇങ്ങനെ നോക്കി പോകുന്നതിന് കഴിഞ്ഞ് ഒരുപാട് ഭയങ്കര ഒരു ഫീച്ചറാണ്. അതുകൊണ്ട് കുറച്ചൊരു സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ZXi എടുത്തോളൂ. പ്ലസിൻ്റെ ആവശ്യമില്ല. അത്രയും രൂപ മുടക്കി ഒരു പ്ലസ് എടുക്കാം. കാരണം ZXi വരെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ 2 ലക്ഷം രൂപ അഡീഷണൽ കൊടുത്തു. ഇനിയും സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 80,000 രൂപയും കൂടെ, അതായത് ZXi തൊട്ട് ZXi പ്ലസ് വരെ 80,000 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. ആ ഒരു 80 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ, കുറച്ച് ജാങ്കോ ഫീച്ചേഴ്സ് എല്ലാം കാണിക്കാൻ വേണ്ടി 360, 9 ഇഞ്ച്, പിന്നെ എന്നാ പറയുന്നത് റിയർ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു സജഷനിൽ നമുക്ക് നോക്കാനാണെങ്കിൽ തന്നെ ഒരു ZXi എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സാധാരണ വ്യക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു വാഹനത്തിലുണ്ട്. നമുക്ക് പിന്നെ ഒരു അപ്ഗ്രഡേഷന് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ ഒരു LXi എടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പം വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇൻക്ലൂഡിങ് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്നാലും സ്റ്റീരിയോ പിടിപ്പിക്കാനും സ്പീക്കേഴ്സ് ആഡ് ചെയ്യാനും ഒക്കെ പോകുന്നതിന് പകരം VXi എടുത്തോളൂ. ഇനി VXi കഴിഞ്ഞ് കുറച്ചുകൂടെ സാമ്പത്തികം എടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ZXi എടുത്തോളൂ. ഇതാണ് എൻ്റെ സജഷൻ. എൻ്റെ സജഷൻ ZXi വാഹനം എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് കൂടി ഇട്ടേക്കുക. ഇത്രയും ഫീച്ചേഴ്സ്, ഈ പ്രൈസ്, നിങ്ങൾക്കിത് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എന്ത് തോന്നുന്നു, ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ആയിട്ട് കൂടെ രേഖപ്പെടുത്തി വയ്ക്കുക.